മാഷ് ഒരു ലൈറ്റ് ഓൺ മാഷ് ഒരു ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാ സാധനം. എന്തോ പ്രൊഡക്റ്റിന്റെ നെയിം വരുന്നത് ഹ്യൂമിഡിഫയർ. അപ്പൊ ഇതാ നമ്മുടെ ലൈറ്റ്. ഇവിടെ H2O എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ വെള്ളം നമ്മൾ നിറയ്ക്കണം എന്ന് തോന്നുന്നു. നിറച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു സാധനവും കൂടി വരുന്നുണ്ട്. ഇത് രണ്ടോ പ്രോഡക്റ്റ്. തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കണം. പിന്നെ ഇതിന്റെ കൂടെ ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കണക്ട് ചെയ്താലേ ഇത് വർക്ക് ആവത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. ചാർജ് ചെയ്താണോ കണക്ട് ചെയ്താണോ എന്ന് അറിഞ്ഞുകൂടാ. നോക്കണം. ഈ സാധനം എന്തിനുള്ളതാ? അടയ്ക്കണം. ഇതിന്റെ അകത്ത് വെള്ളം ഒഴിക്കണ്ട. ഈ സാധനം ഇടണം. ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ആ സാധനം സോക്ക് ചെയ്തിട്ട് ഇതിനകത്ത് വെച്ചാൽ മതി. അങ്ങനെ അതിനകത്ത് എഴുതിയിരിക്കുന്ന വെള്ളം ഒഴിക്കുന്നതിനെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. അല്ല, വെള്ളം ഒഴിക്കണം. ഞാനൊന്നും വായിച്ചില്ല. നമ്മൾ ആദ്യം ഇതിനകത്ത് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിർക്കണം. എന്തുവാ കുതിർക്കണം? എന്തുവാ കുതിർക്കണം? കുതിർക്കണം എന്നല്ലേ? കുതിർത്തണം. ഇതിനകത്ത് വെള്ളം ഒഴിക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ നോക്കുവായിരുന്നു എന്തുവാന്ന്. ഇത് കുത്തുമ്പോഴത്തേനെങ്ങാനും കറണ്ടടിച്ച് കത്തുവോ? ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഈ സംഭവം സോക്ക് ചെയ്യണമെന്നുണ്ട്. ഇത് ഇതിന്റെ കൂടെ കിട്ടുന്ന ഒരു സാധനം. ഇത് സോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ആ വെള്ളത്തിലിടാം. എന്നിട്ട് ഇത് അടയ്ക്കാം. ശേഷം പ്രവർത്തികൾ മാഷ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് പേടിയാ കറണ്ടടിച്ച് കരിഞ്ഞുവോ. മാഷ് കരിഞ്ഞാലും കുഴപ്പമില്ല. പുള്ളിക്ക് തൊഴിലുണ്ട്, അത് വെച്ച് പുള്ളി ജീവിക്കും. പക്ഷെ ഞാൻ സൗന്ദര്യം വെച്ച് ജീവിക്കണം. നിങ്ങൾക്ക് കുശുമ്പല്ലേ എന്നോട്? അപ്പൊ ഇത് അടയ്ക്കാൻ പറ്റുന്നില്ല. കൊള്ളത്തില്ലെന്നോ ഒന്ന്. അടച്ചില്ലേ? അപ്പൊ ഇത് ഇതിനകത്ത് ഒയ്യോ ഇത് ഇടണ്ടായിരുന്നു. ദാണ്ടിനകത്ത് ഉണ്ടായിരുന്നു. അത് സ്പെയർ പാർട്ട് തട്ടി പോയാലുണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ലായിരുന്നു നേരത്തെ. ഇനി നമുക്കൊന്നും ഇല്ല. ഇനി നമ്മളിത് അടച്ചാൽ മതി. അപ്പൊ ഇത് രണ്ടെണ്ണം കിട്ടുവേ എക്സ്ട്രാ. ഇതിന്റെ അകത്തൊരെണ്ണം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. അപ്പൊ ഇത് രണ്ടെണ്ണം ഉണ്ട്. ഞാൻ നനച്ചിനി അത് ഞാൻ എന്ത് ചെയ്യുന്നു. നമുക്കിനി ഇത് കുത്താം. നമുക്കിത് കുത്തി നോക്കാം. മാഷായിരിക്കും ഇപ്പൊ കുത്തുന്നത്. നമ്മൾ കുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് കുത്തിയപ്പോഴത്തേനും താഴെ ഓടി വന്നു. കുത്തിയപ്പോ നമുക്കിനി ഇത് ഇവിടെ വെക്കാം. ഡോർ വെക്കാം. പോകണ്ടേ? DJ ലൈറ്റ് ഒക്കെ ഓർഡർ ചെയ്തേക്കുന്നു. എന്തിനാ മുന്നേ സീസോ? ഇത് ആണോ? എന്നായിരിക്കും. പിടിക്കണ്ട, അത് അനക്കണ്ട. അത് ചിന്നേരം എടുക്കും. എന്തിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതിനെ മുകളിൽ നിന്നാണ്. മനസ്സിലായോ ആർക്ക ബുദ്ധിന്ന്? അമ്മൂക്ക് ഇതിനായിരുന്നു ഞാൻ കാപ്പി ഇട്ടെന്നേനെ.
അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇതിന് 3 കളേഴ്സ് നിലവിൽ അവൈലബിൾ ആണ്. വലിയ വലിയ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അക്വേറിയം പോലെ ചെറിയ ചെറിയ പർപ്പസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. മുകളിൽ കൂടി ഒരു ചെറിയ രീതിയിലുള്ള ഫോഗ്, ഒരുപാടൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ഫോഗ് വരുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ യൂസ് ചെയ്തെങ്കിലും വെള്ളം ഒരുപാടൊന്നും കുറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ വെള്ളം നിറച്ച് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ഡേ ഒക്കെ ഇരിക്കുമായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ വെള്ളം തീരും തോറും നിറച്ച് കൊടുക്കണം. ഇത്രയും സ്പേസിൽ നമ്മൾ വെള്ളം നിറയ്ക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ച മണ്ടത്തരം ആരും കാണിക്കരുത്. ഇത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അവർ. കാണിച്ചു തരാം. ഓൾറെഡി ഈ ഒരു ട്യൂബിൻ്റെ അകത്ത് ഇത് ഇരിപ്പുണ്ട് ഒരെണ്ണം. ഞാനത് അത് കാണാഞ്ഞതുകൊണ്ട് ഇത് ഞാനിങ്ങനെ വെച്ചപ്പോഴത്തേനെ ഇളകി വീണു. അതുകൊണ്ടാണ് ഞാനത് കണ്ടത്, അല്ലേ ഞാനത് കാണത്തില്ലായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇത് വെച്ചിട്ട് അടയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ഊരി വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഇതേപോലൊരു സംഭവം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൂടാണ് ഈ ഫോഗ് ഇതാവുന്നത്, പുറത്തേക്ക് വരുന്നത്. ഈ ഒരു നമ്മുടെ ഒരു സ്പോഞ്ച് പോലെ എന്തോ ഒരു സാധനമാണിത്. അപ്പം ഇതാ വരുന്നത്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ലിങ്കിന് താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ DM ൽ അയക്കാം.